ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സ്വീറ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. മധുരപ്രിയർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വീണ്ടും ബ്രെഡാണ് കേട്ടോ. ഒരു 2-3 സ്ലൈസ് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ രണ്ട് ദിവസം മുന്നേ നമ്മൾ സാൻഡ്വിച്ച് കാണിച്ചിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ബ്രെഡ് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 3 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് വീണ്ടും ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റണ, പെട്ടെന്ന് മധുരം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ബേക്കറിയിൽ പോയിട്ട് അതൊന്നും വാങ്ങി കഴിക്കാനും ഒന്നും പോകണ്ട. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 സ്ലൈസ് ബ്രെഡ് 2 പുറവും കുറച്ച് ബട്ടർ തേച്ചിട്ട് 2 പുറവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ കളറാവണം, നന്നായി കരിഞ്ഞു പോരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും അത് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ചെറിയ സ്ക്വയേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ പാലിൽ ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്തിട്ട് എടുത്ത് കഴിക്കേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് സൗകര്യത്തിന് ഞാൻ അത് മുറിക്കുന്നുണ്ട്. ചിലർ മുറിക്കില്ല കേട്ടോ, ഇതേ സ്ലൈസോട് കൂടിയിട്ട് തന്നെ അതൊന്ന് അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുകയും ചെയ്യും. അപ്പം ഞാൻ അവിടെ സ്ലൈസ് ചെയ്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൗൺ നിറയെ എല്ലാം മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഇത് ഒന്ന് ചെറുതായിട്ട് നമുക്ക് പിടിച്ച് മുറിക്കേണ്ട ഒരു പാകമാവണ സമയത്ത് മുറിച്ച് നമുക്ക് കട്ട് ചെയ്ത് സ്ക്വയേഴ്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് വെച്ചാലും ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, അത് കുറച്ച് വേണം. എന്താ വെച്ചാൽ പാലിൽ കുറച്ച് തിക്കാക്കിയിട്ട് എടുക്കാൻ വേണ്ടി കസ്റ്റേർഡ് പൗഡർ വേണം. അത് വാനിലയുടെ ഫ്ലേവർ ഉള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് ടേസ്റ്റ് അധികം, വേറെയും ഫ്ലേവേഴ്സ് കിട്ടും. അപ്പോൾ ആ കസ്റ്റേർഡ് പൗഡർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം, വേറെ ഒരു കാര്യങ്ങളും വേണ്ട. പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ടേസ്റ്റ് ഒന്നും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബദാം മിക്സ് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതുള്ളവർ ഇട്ടാൽ മതി, ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് ചൂടാറി കട്ട് ചെയ്ത് വെച്ചു. അതിന് ശേഷം അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ടൂട്ടി ചെറി ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളതിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ 1 കപ്പ് പാല് വേറെ വെച്ചിട്ടുണ്ട്. അതിനൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് കസ്റ്റേർഡ് പൗഡർ കലക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാല് വേറെ വേണം. എന്താ വെച്ചാൽ അത് കുറച്ച് തണുത്ത പാലിൽ നമ്മൾ ഓൾറെഡി അങ്ങനെ പാലിൽ തിളച്ച പാലിലേക്ക് നമ്മൾ ഈ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാനിൽ ചൂടായതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ആദ്യം ഒഴിക്കണം. അതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് കേട്ടോ. മധുരത്തിനനുസരിച്ച് ഇത് പാകത്തിനുള്ള മധുരമാണ്. ഈ മധുരം കുറച്ചും കൂടിയും അധികമായാലും പ്രശ്നമില്ല എന്നുള്ളവരാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇടാം കേട്ടോ, 1 ടേബിൾ സ്പൂണും കൂടി ഇടാം, അപ്പോഴേക്ക് നല്ല മധുരമാവും. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി അലിഞ്ഞ് ഇതായി വരുമ്പോഴേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഒരു 1/4 കപ്പ് പാലിൽ ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കലങ്ങി അത് കട്ട കുത്താതെ കിട്ടാൻ എളുപ്പമാണ്, അതിന് വേണ്ടിയിട്ടാണ് അത് ഓൾറെഡി കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പാല് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കവിടെ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ച അതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഇത് നന്നായി ഇളക്കിയെടുക്കും വേണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. ഇതാണ് വാനില ഫ്ലേവറാണ്. ഇതിടുമ്പോഴേക്ക് നമ്മളുടെ പാല് കുറച്ച് ഒന്ന് ഇളക്കി വരുമ്പോഴേക്ക് നന്നായി കുറുകി കട്ടിയായി വരും. ഇത് ഉണ്ടാക്കണവരുണ്ടാവും, ഓരോരുത്തരും ഓരോ ടൈപ്പിലാണ് ഉണ്ടാക്കുക കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ബദാം മിക്സ് കിട്ടും. അപ്പോൾ ആ ബദാമിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, പ്ലസ് നമ്മളുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ചെറിയൊരു യെല്ലോ കളർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്തിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ഫ്ലേവറും ഉണ്ട്, ബദാം മിക്സ് പറഞ്ഞിട്ട്. നമ്മൾ ഈ ഷെയ്ക്കിൽ അങ്ങനെയൊക്കെ ഇടുന്നതാണ്. ഇതിൻ്റെ പല രുചികളും കിട്ടും, അതായത് പല ഫ്ലേവറിലുള്ളതും കിട്ടും. മാംഗോ, സ്ട്രോബെറി, ബദാം മിൽക്ക്, അങ്ങനെ കുറേ ബട്ടർ സ്കോച്ച്, അങ്ങനെ കുറേ ഫ്ലേവറിലുള്ളത് കിട്ടും. അപ്പോൾ അതും കൂടി ഒരു 2 ഡ്രോപ്പയാണ് ഞാൻ ഒറ്റിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ കണ്ടില്ലേ ആ കസ്റ്റേർഡ് പൗഡറിൻ്റെയും ഇതിൻ്റെയും കൂടി ആയപ്പോഴേക്ക് കുറച്ച് യെല്ലോ നന്നായി ചന്തത്തിൽ വരും. അതിന് ശേഷം ഇത് നന്നായി കുറുകി വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യും. അതൊന്ന് നല്ല ആറണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ആ ബ്രെഡിലേക്ക് ഒഴിക്കേണ്ട ഒരു പാകമുണ്ട്, ആ ഒരു പാകത്തിനാവുള്ളൂ. നന്നായി തിളച്ച പോലെ ഒഴിക്കണം എന്നില്ല, ഒന്ന് ചെറുതായിട്ട്. അത് വിചാരിച്ചിട്ട് നന്നായി തണുത്ത് പോവരുത് കേട്ടോ. അതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് നല്ല എളുപ്പമാണ്,
അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് അടിയിലൊഴിച്ചു. അതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത്രേ ഒഴിക്കുള്ളൂ. ബാക്കിയുള്ളത് അങ്ങനെ നമുക്ക് എടുത്ത് ബ്രെഡ് നിരത്തതിന് ശേഷം ഒഴിച്ചാൽ മതി. അത്ര ഒഴിച്ചാൽ മതി. അതിന് ശേഷം ബ്രെഡ് നമ്മുടെ ചെറുതാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ടൂറ്റി ഫ്രൂട്ടി, അതെന്താ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാഷ്യൂനട്ട്, ബദാം, പിസ്താഷ്യോ, ഞാനിവിടെ പിസ്തയും ബദാമുമാണ് കുറച്ച് അധികം എടുത്തിരിക്കുന്നത്. പിന്നെ ടൂറ്റി ഫ്രൂട്ടിയും ചെറി അതൊക്കെയും ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഗാർണിഷ് ചെയ്ത് കുറച്ച് നേരം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചൂടോട് കൂടിയും കഴിക്കാം. എങ്ങനെ വേണിച്ചാൽ ഇഷ്ടമുള്ള പോലെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എപ്പോഴും പായസം ഇതൊക്കെ അല്ലേ നമ്മൾ ഡെസേർട്ടിൽ അധികം ഉണ്ടാക്കുക നമ്മുടെ വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു കിടിലൻ ഐറ്റമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.